അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. 1 പത്രോസ് 5:7. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ചൊവ്വാഴ്ചയുടെ നല്ല പ്രഭാതത്തിൽ ക്രിസ്തുവേശുള്ള വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും വചനവുമായി കർത്താവിൻ്റെ സന്നിധി നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സർവകൃപാലുമായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെ ദൈവജന ചിന്തയും പ്രാർത്ഥനയും ദൈവാലോചനയും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞതിൽ കർത്താവിന് സന്തോഷിക്കുന്നു. ഇന്ന് രാവിലെയും ദൈവം അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നമുക്ക് നൽകിയിരിക്കുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുകയും. ഏതെങ്കിലും വ്യക്തികൾ ഈ ഭൂമിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഭാരമുള്ളവൻ്റെ അടുക്കൽ ജനം വരത്തില്ല, വേദനിക്കുന്നവരുടെ അടുക്കലേക്ക് ഒരുപക്ഷെ കടന്നു വരാൻ മനസ്സ് കാണിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിക്കുവാൻ, നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിയുന്നൊരു കർത്താവ് നമുക്കുണ്ട്. ഒരു സ്തോത്രം പറയാമോ? നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന്റെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി കരുതുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഭാരപ്പെടേണ്ട. ഈ ദിവസങ്ങളിൽ തന്നെ നിനക്കൊരു മറുപടിയുണ്ട്. ഈ ദിവസങ്ങളിൽ തന്നെ നീ ഒരു അത്ഭുതം കാണാൻ പോവാ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലൊട്ടുകൊള്ളുവീൻ. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല. നിന്റെ ഭാരങ്ങൾ അറിഞ്ഞ്, നിന്റെ വേദനകൾ അറിഞ്ഞ്, നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഇന്നും അവൻ അത്ഭുതം ചെയ്യും. നിന്നെ ശ്രേഷ്ഠമായ അനുഭവത്തിലൂടെ ദൈവം നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. 1 പത്രോസ് 5:7 പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഭാരങ്ങളെ വഹിക്കുന്ന, ഞങ്ങളുടെ വേദനകളെ കാണുന്ന, അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ദൈവമേ, ഈ വോയിസ് കേൾക്കുന്നതിന്റെ മക്കളുടെ വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെടുത്തണമേ. അപ്പാ, ഇന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ അത്ഭുതങ്ങൾ അവിടുന്ന് സംഭവിക്കട്ടെ. അങ്ങോട്ട് നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു all.